ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തിൽ നിന്ന് എക്സാമിന് വരാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യനും ആൻസറുമാണ്. ഓക്കെ, നമ്മൾക്ക് പഠിക്കാം. കഹാനി കാ അംശ് പഠിക്കർ നീചെ ദിയെ പ്രശ്നവും കാ ഉത്തർ ലിഖേ. കഥയുടെ ഭാഗം വായിച്ചിട്ട് നീചെ ദിയെ താഴെ കൊടുത്ത പ്രശ്നവും കാ ഉത്തർ ലിഖേ, ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് വായിക്കണം. സൂചന: വഹ് ഏക് ഗാവ് മേ രഹത്തെ थे, स्कूल दूसरे गांव में था, वहां तक पैदल जाना पड़ता था. जाते समय रास्ते में उन्हें कई चीजें मिलती थी, पोकर, बरगद, गेत, बाग, नाला और नदी. ഇതിൻ്റെ അർത്ഥം നോക്കാം. വഹ് ഏക് ഗാവ് മേ രഹത്തെ थे, അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂൾ ദൂസരെ ഗാവമേം താ, സ്കൂൾ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. വഹാന്തക്ക് പൈതൽ ജാന പടുത്താത്ത, അവിടം വരെ നടന്നാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്, കാൽനടയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ജാത്തെ സമയം രാസ്തേമേം, പോകുന്ന സമയം വഴിയിൽ ഉനി അവർക്ക് കൈ ചീസേ മിൽത്തിത്തി, ഒരുപാട് കാര്യങ്ങൾ കാണാമായിരുന്നു. എന്തൊക്കെയായിരുന്നു? പോക്കർ, അതായത് ചോട്ടാ താലാബ്, ചെറിയ കുളം, ബർഗദ്, വടാവൃക്ഷ്, അതായത് ബനിയൻ ട്രീ, കേത്ത്, വയൽ, ബാഗ്, തോട്ടം, നാല, തോട്, അവർ നദി. ഓക്കെ, ഇനി ഈ തന്ന സൂചനക്ക് അനുസരിച്ചുള്ള ഉത്തരം ചോദ്യത്തിന് നിങ്ങൾ എഴുതണം. അതിന് തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. വേ കഹാം രഹത്തെ थे, അവർ എവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്? അവർ എവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്? ഉത്തരം: വേ ഏക് ഗാവ് മേ രഹത്തെ थे. വേ അവർ ഏക്ക് ഒരു ഗാവുമേ, ഗ്രാമത്തിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. രഹത്തെ थे താമസിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. രാസ്തേ മേ ഉനേ ക്യാ ക്യാ ചീസേ മിൽത്തി ഹേ, വഴിയിൽ വെച്ച് അവർക്ക് എന്തൊക്കെ വസ്തുക്കളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? അവരെന്തൊക്കെ കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്? ഉത്തരം: പോക്കർ, ബർഗദ്, ഗേത്ത്, ബാഗ്, നാല, അവർ നദി. ഇതൊക്കെയാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. പോക്കർ എന്ന് പറഞ്ഞാൽ ചെറിയ കുളം, ബർഗദ് എന്ന ഒരു പേരാൽ, ഗേത്ത് എന്ന വയൽ, ബാഗ് തോട്ടം, നാല തോട്, നദി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. ഉനേമേ നിഹിത് സർവനാം കോൻ ഹേ, ഉനേം എന്നതിൻ്റെ സർവനാമം എന്താകുന്നു? മുകളിലുള്ള പാരഗ്രാഫിലുള്ളതാണ്. നമ്മളിപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഉനേം എന്നതിൻ്റെ സർവനാമം കോൻ ഹേ എന്താകുന്നു എന്നാണ് ചോദിച്ചത്. വേ എന്നാണ് നമ്മൾ അതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരം ശരി വേ എന്നാണ്. ഇനിയൊക്കെ മുകളിലുള്ള പാരഗ്രാഫ് നമ്മൾ വായിച്ച് പഠിച്ചു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൂചന വായിക്കാം. എന്താണ് അടുത്ത പാരഗ്രാഫ്? ചട്പടുക്കോ നടുക്കട് पर बड़ा गुस्सा आया, जोर से चिल्लाकर बोला, अरे छोटे तुम वहाँ क्या कर रहे हो? नड़कड़ ने चांग कर ऊपर देखा और नदी किनारे रखा अपना बस्ता उड़ाने के लिए झुका. अचानक पाव फिसला और पानी में गिर पड़ा. അർത്ഥം നോക്കാം. ജഡ്പടുക്കോ നടുപ്പടുപ്പർ ബടാ ഗുസ്സായ, ജഡ്പടിന് നടുക്കടിനോട് ഭയങ്കര ദേഷ്യം ഉണ്ടായി. ജോർസെ ചില്ലാക്കർ പോല, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അരെ ചോട്ടേടാ, ചെറുതെ അല്ലെങ്കിൽ എട നടുക്കടെ, തും വഹാൻ ക്യാ കർ രഹേ ഹോ, നീ അവിടെ എന്താണ് ചെയ്യുന്നത്? നടുക്കടിനെ ചൗങ്കുകർ, ഇതും കേട്ട് നടുക്കട് ചൗങ്കുകർ ഞെട്ടിയിട്ട് ഊപ്പർദേക്ക, മുകളിലേക്ക് നോക്കി. അവർ നദി കിനാരെ രക്ക, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? നടുക്കട് നദിയുടെ വശത്ത് തീരത്ത് വെച്ചിട്ടുള്ള അപ്പന ബസ്ത, തൻ്റെ ബാഗ് ഉടാനേക്കിരെ ചുക എടുക്കാൻ വേണ്ടി കുനിഞ്ഞു. ചാനക്ക് പെട്ടെന്ന് പാവു ഫിസല, കാല് വഴുതി പാനീമേ ഗിർപ്പട, ആ വെള്ളത്തിലേക്ക് വീണു. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം എന്തെന്ന് നോക്കാം. ചോദ്യം നമ്പർ 4. നടുക്കട് കൈസെ പാനിമേ ഗിർപ്പട, നടുക്കട് എങ്ങനെയാണ് വെള്ളത്തിലേക്ക് വീണത്? ഉത്തരം നോക്കാം. നടുക്കട് പുൽക്കെ നീജെ ജാക്കർ നദീമേം കാഗസ് കിനാവേം ചോടിലെ ലഗ, അതായത് നടുക്കട് പുൽക്കെ നീജെ ജാക്കർ, നടുക്കട് പാലത്തിൻ്റെ താഴേക്ക് പോയിട്ട് നദിയിൽ കാഗസ് കിനാവേയും കടലാസ് കൊണ്ടുണ്ടാക്കിയ നാവേയും തോണികൾ ചോടിലേക ഇട്ടു. ദേക്കർ, ഇത് കണ്ടിട്ട് ജഡ്പട് ഉസേ പുക്കാർ, ഇത് കണ്ടിട്ടാണ് ജഡ്പട് അവനെ വിളിച്ചത്. നടുക്കട് ചൗങ്കുക്കർ, ആ സമയത്ത് നടുക്കട് ചൗങ്കുക്കർ ഞെട്ടിയിട്ട് ബസ്ത ലേനെ ലഗ, തൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി തുടങ്ങി. പൈർ ഫിസൽക്കർ, ആ സമയത്ത് പൈർ ഫിസൽക്കർ കാല് വഴുതിയിട്ട് നദിമേ ഗിര, നദിയിലേക്ക് വീണു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നോക്കാം.
ക്വസ്റ്റ്യൻ നമ്പർ 5. ഉസ് ദിൻ, ആ ദിവസം നടുക്കടിനെ ഡയറിയിലേക്ക്, ആ ദിവസം നടുക്കട് ഡയറി എഴുതുന്നു. ഡയറി തയ്യാറാക്കാരെ ആ ഡയറി തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ സൂചന വായിച്ചു, അതിനനുസരിച്ചാണ് ഡയറി തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ഡയറി എന്ന് ഹെഡിങ് കൊടുക്കാം. ഡയറി. ഡേറ്റ് കൊടുക്കാം. നമ്മൾ ഡേറ്റ് കൊടുത്തത് 10/6/2024, 23 അങ്ങനെയൊക്കെ കൊടുക്കാം. ദിവസം നമ്മൾ രവിവാർ എന്നാണ് കൊടുത്തത്, പക്ഷേ സ്കൂളിലെ ദിവസമായതുകൊണ്ട് നമുക്ക് രവിവാർ മാറ്റി മംഗൾവാർ എന്ന് കൊടുക്കാം. ഓക്കെ, രവിവാർ എന്ന് മാറ്റണം. ആജ് കാ ദിൻ ബഹുത് ദുഃഖി ദിൻ ഹേ क्योंकि आज एक घटना हुई. मैं स्कूल से लौट रहा था, भाई भी साथ था. मैं भाई की आंख बचाकर नदी के किनारे गया. पानी में कागज की नावें छोड़ने लगा. इसी बीच पुल पर से भाई की आवाज़ आई. मैं चौंक कर बस्ता लेने लगा. मैंने पैर फिसल कर पानी में गिरा. बहता पानी से भाई ने मेरी रक्षा की. आज का दिन कैसे भूलूं. ഓക്കെ, അർത്ഥം പറയാം. ആജ് കാ ദിൻ ബഹുത് ദുഃഖി ദിൻ ഹേ, ഇന്നത്തെ ദിവസം വളരെ ദുഃഖമുള്ള ദിവസമാകുന്നു. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ആജ് ഏക്ക് ഘടനാ ഹുയി, ഇന്നൊരു സംഭവം ഉണ്ടായി. മേ സ്കൂൾ സെ ലൗട്ട് രാധ, ഞാൻ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബായി ബി സാത്ത, എൻ്റെ ബായിയും ഒപ്പം ഉണ്ടായിരുന്നു. മേ ബായിക്ക് ആങ്ക് ബജാക്കർ, ഞാൻ ബായിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് നദിക്ക് കിനാരെ ഗയ, നദിയുടെ തീരത്തേക്ക് പോയി. പാനിമേ, വെള്ളത്തിൽ കാഗസ് കിനാവേം ചോടല, കടലാസ് തോണി ഇട്ടു. ഇസി ബീച്ച്, ഇതിനിടയിൽ പുൽപ്പർസെ, പാലത്തിൽ നിന്നും ബായിക്ക് ആവാസായി, ബായിയുടെ സൗണ്ട് കേട്ടു. മേൻ ചൗങ്കർ, ഞാൻ ഞെട്ടിയിട്ട് ബസ്താലേനലക, എൻ്റെ ബാഗ് എടുക്കാൻ തുടങ്ങി. മേനെ പയർ ഫിസൽക്കർ, അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു. മേനെ പയർ ഫിസേക്കർ, ഞാൻ തൻ്റെ കാല് വഴുതിയിട്ട് പാനി മേഖിര, വെള്ളത്തിലേക്ക് വീണു. ബഹുത്ത പാനീസിയെ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ബായിനെ മേരി രക്ഷാക്കി, ബായി എന്നെ രക്ഷിച്ചു. ആജിക്കാദിൻ കൈസേ ബൂലും, ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറിയും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. വാക്യ പിരമിഡിക്ക് പൂർത്തീകരെ, വാക്യ പിരമിഡ് പൂർത്തിയാക്കുക. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നാവ് ചോടുതി, നടുക്കട് നാവ് ചോടുതി. താഴെ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, പാനീമേ എന്നും ബഹുത്ത എന്നും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ 2 വാക്യങ്ങൾ വെച്ചാണ് നമ്മൾ പിരമിഡ് പൂർത്തിയാക്കേണ്ടത്. ഓക്കെ, നമുക്ക് പിരമിഡ് തയ്യാറാക്കാം. ആദ്യം ഹെഡിങ് കൊടുത്തു, പിരമിഡ്. ഇനി തന്നിരിക്കുന്ന 2 വരികളും അങ്ങനെ തന്നെ എഴുതുക. ശേഷം തന്നിരിക്കുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് മുഴുവനാക്കുക. തന്നിരിക്കുന്ന ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. നാവ് ചോടുതി, നാവ് ചോടുതി. അടുത്തത് നടുക്കട് നാവ് ചോടുതി, നടുക്കട് തോണി ഉപേക്ഷിച്ചു. നമുക്ക് എഴുതാനുള്ളത് എങ്ങനെ എഴുതും. നടുക്കട് പാനീമേ നാവ് ചോടുതി, അതാണ് നമ്മൾ എഴുതേണ്ടത്. മൂന്നാമത്തതായിട്ട് നടുക്കട് പാനീമേ നാവ് ചോടുതി. അടുത്തത് നടുക്കട് ബഹുത്താ പാനീമേ നാവ് ചോടുതി. അതായത് നടുക്കട് വെള്ളത്തിലേക്ക് തോണി ഇട്ടു, നടുക്കട് ബഹുത്താ പാനീമേ ഒഴുകുന്ന വെള്ളത്തിലേക്കാണ് നാവ് ചോടുതി, അതായത് തോണി ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിരമിഡും തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. നടുക്കട് ഗർ പൗഞ്ചിക്കർ സാരി ഘടനായ മാംകോ ബതാദി ദോനോം കെ ബീച്ച് കാ ബാത്ചീത്തിലേക്ക്. ഓക്കെ, നടുക്കട് ഗർ പൗഞ്ചിക്കർ, നടുക്കട് വീട്ടിലെത്തിയിട്ട് സാരി ഘടനായ മുഴുവൻ സംഭവങ്ങളും മാംകോ ബതാദി, അമ്മക്ക് പറഞ്ഞു കൊടുത്തു. ദോനോം കെ ബീച്ച് കാ ബാത്ചീത്തിലേക്ക്, രണ്ടാളുടെയും ഇടയിലുള്ള സംഭാഷണം എഴുതുക. ഓക്കെ, വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ത് ചീത്ത് രണ്ടും എഴുതാം. ഏതെഴുതിയാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാത്ത് ചീത്ത് ഒന്ന് നോക്കാം. മാം, ബേട്ട ക്യാ ഹുവ ബതാവോ. എന്താ പറഞ്ഞത്. മാം, അമ്മേ. ബേട്ട, അമ്മ പറയാണ് ബേട്ട മകനെ. ക്യാ ഹുവ, എന്താ ഉണ്ടായത്. ബതാവോ, പറയൂ. അത് കേട്ട് നടുക്കട് പറയണേ ക്യാ ബതാവോ, എന്ത് പറയും. ബായിസേ പൂച്ച, ആ സഹോദരനോട് ബായിയോട് ചോദിക്ക്. മാം, ബോലോ മേരാ വെച്ചാ ക്യാ ഹുവ, പറയൂ എൻ്റെ കുട്ടി, എന്താണ് ഉണ്ടായത്. നടുക്കട്. മാം, അമ്മേ. ഹം സ്കൂൾ സെ ലൗട്ട് രഹേത്, ഞങ്ങൾ സ്കൂളിൽ നിന്നും മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നദി കപ്പുല്ലായ, നദിയുടെ പാലത്തിലെത്തി. മാം, ഫിർ ക്യാ ഹുവ, പിന്നെന്താ ഉണ്ടായത്. നടുക്കട്. മേം പുൽപ്പർ ചടനേക്ക് ബജായ്, ഞാൻ പാലത്തിലേക്ക് കയറാതെ നീചെ ഉതർഗയ, താഴേക്ക് ഇറങ്ങി. മാം, ഫിർ, പിന്നെ. നടുക്കട്. മേം ബസ്തേമേ പഹലേസെ ബനാക്കർ രക്കി ഹുയി, ഞാൻ എൻ്റെ ബാഗിൽ മുമ്പെന്നോ ഉണ്ടാക്കി വെച്ച കാഗസ് കി നാവേം കടലാസ് തോണി നിക്കാലി പുറത്തെടുത്തു. പാനീമേ ചോടുതി, വെള്ളത്തിലേക്ക് ഇട്ടു. മാം, ദുഃഖി ഹോക്കർ, ദുഃഖിച്ചിട്ട് ബേട്ടാ മകനെ. നദീമേ മത് ഉദർന്ന, നദിയിലേക്കൊന്നും ഇറങ്ങരുത്. നടുക്കട്. മേം താലി ബജാത്തേഹി,
ജഡ്പട് മുജേ ദേക്ക, ഞാനിങ്ങനെ കൈയടിച്ചു. ആ സമയത്ത് ജഡ്പട് മുജേ ദേക്ക, താലി ബജാന കൈയടിക്കുക. ജഡ്പട് മുജേ ദേക്ക, ജഡ്പട് എന്നെ കണ്ടു. വഹ് ഖബരായാത, അവൻ പരിഭ്രമിച്ചു അമ്മേ. പിന്നെ അമ്മ പറയാണ് ഫിർ പിന്നെ നടുക്കട് മേനെ പാവ് ഫിസൽക്കർ പാനിമേ ഗിര, ഞാൻ കാലി എഴുതിയിട്ട് വെള്ളത്തിലേക്ക് വീണു. തും കൈസി ബച്ചുകയാ ബേട്ട, അമ്മ പറയാണ് നീ എങ്ങനെയാണ് രക്ഷപ്പെടുത്ത് മകനെ. നടുക്കട് പറയാണ് ചട്പട് ആക്കർ നദീമേ കുതുപട, ചട്പട് വന്നിട്ട് നദിയിലേക്ക് എടുത്തു ചാടി. പഹിനേവാല മുജേ ബച്ചായ, പോകുന്ന എന്നെ രക്ഷപ്പെടുത്തി. ബേട്ടാ മകനെ, ബേട്ടെ കബീബി, നമ്മൾ മക്കൾ കബീബി ഒരിക്കലും ഗത്തരാവോനേവാല, അപകടമുണ്ടാവുന്ന പ്രവൃത്തി മത് കർണ ചായയെ ചെയ്യരുത്. നടുക്കട് ഓക്കെ അമ്മേ, ആജിസെ, ഞാൻ ഇന്നു മുതൽ ഐസാന കരുങ്ക, അങ്ങനെ ചെയ്യില്ല. ക്ഷമാ ദീജിയെ ക്ഷമിച്ചാലും അമ്മേ. ആ സമയത്ത് പ്യാർ സെ, സ്നേഹത്തോടെ ഗലാലകാക്ക തൻ്റെ തോളോട് ചേർത്ത് പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ബേട്ട ഓക്കെ മകനെ എന്ന് അമ്മ പറയുന്നു. ഓക്കെ, നമ്മൾ ബാത് ചീത്ത് അതായത് സംഭാഷണവും പഠിച്ചു കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8, നമുനയ്ക്ക് അനുസരിലേക്ക് മാതൃക അനുസരിച്ച് എഴുതുക. പാനി ബഹ്താഹെ, പാനി ബഹ്രഹാഹെ. ഇവിടെ സാമാന്യ വർത്തമാനകാലവും പിന്നെ താൽക്കാലിക വർത്തമാനം അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് സാമാന്യ വർത്തമാനകാലത്തിൽ നിന്നും താൽക്കാലിക വർത്തമാനത്തിലേക്ക് ആക്കണം. താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താഴെ പൂരിപ്പിക്കാനുള്ളത് നമുക്ക് നോക്കാം. നാവ് ചൽത്തിഹെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നാവ് ചൽത്തിഹെ അതായത് തോണി തുഴയുന്നു. നാവ് ചല്ലേഹെ, തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഉത്തരം കൊടുക്കേണ്ടത് നാവ് ചൽ രഹിഹെ എന്നാണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9, മാല്ലേ ജഡ്പടുക്കോ സ്കൂൾ മേ ബദായി സമാരോഹ് വരായ, ജഡ്പടിന് സ്കൂളിലൊരു ബദായി ഒരു അനുമോദന ചടങ്ങുണ്ട്. ഇസ്കേലി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. ആദ്യം പോസ്റ്റർ എന്ന ഹെഡിങ് കൊടുക്കാം. പോസ്റ്റർ ബദായി സമാരോഹ്, അനുമോദന ചടങ്ങ്. ഒരു വിഷയം ഉണ്ടല്ലോ, അതെന്താ? ജഡ്പടിനെ നദീമേ കുതുക്ക, ജഡ്പട് നദിയിലേക്ക് കുതിച്ച് ചാടിയിട്ട് നടുക്കടിക്ക് ജാൻ ബജായി, നടുക്കടിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. ഇതാണ് വിഷയം. ജഡ്പടിക്ക് ബദായി സമാരോഹ്, ജഡ്പടിൻ്റെ അനുമോദന ചടങ്ങ്. താരിഖ് ഡേറ്റ് 10 ജൂലൈ 2023. സമയം സബേരെ 10 ബജെ, രാവിലെ 10 മണി സമയം. സ്ഥാൻ സ്കൂൾ സഭാഗ്രഹ്, സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് പ്രധാനാധ്യാപകനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സബ്ക ഹാർദിക സ്വാഗതം, എല്ലാവരെയും ഹൃദയപരമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പോസ്റ്ററും പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10, സഹി പ്രസ്താവ് ചുൻകർലിയെ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഒന്നാമത്തത് ദോനോ ബായി ഗാവുക്കെ സ്കൂൾ മേ പഠിത്തേത്തെ, 2 ബായിമാരും ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിയാണെങ്കിൽ എടുത്തെഴുതണം. നടുക്കടുക്കോ ഗിട്ടി പൈരാനാത്തേ, നടുക്കടിന് ഗിട്ടി എറിയാൻ അറിയും. അതും ശരിയാണെങ്കിൽ എടുത്തെഴുതണം. ബഡാ ബായി 5വീം കക്ഷാമേ പഠിത്താഹെ, വലിയ ബായി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നടുക്കട് ഹമേശ രോത്തെ സ്കൂൾ ജാത്താഹെ, നടുക്കട് എപ്പോഴും കരഞ്ഞാണ് സ്കൂളിലേക്ക് പോകുന്നത്. ജഡ്പടുക്കോ രാസ്തേമേ കൈ ബാർ ചോട്ടേക്ക ഇന്തസാർ കർണ പഠിത്ത, ജഡ്പടിന് വഴിയിൽ ഒരുപാട് പ്രാവശ്യം ചോട്ടേക്ക നടുക്കടിന് ഇന്തസാർ കർണ പഠിത്ത, പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നു, വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, നമുക്ക് ഈ 5 എണ്ണത്തിൽ ശരിയുള്ളത് എടുത്ത് എഴുതണം. ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 4 എണ്ണമായിരിക്കും ശരിയുള്ളത് നോക്കാം. ദോനോം ബായി 4 മാർക്കാണ്, അതുകൊണ്ട് 4 എണ്ണമായിരിക്കും ശരിയുള്ളത്. ദോനോം ബായി ഗാവുക്കെ സ്കൂൾ മേ പഠിത്തേത്തെ, 2 ബായിമാരും ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിയാണ്, അത് അപ്പം എടുത്തെഴുതുക. നടുക്കടുക്കോ ഗിട്ടി പൈരാനാത്ത, നടുക്കടിന് ഗിട്ടി എറിയാൻ അറിയാം. അതും ശരിയാണ്, അതും എടുത്തെഴുതുക. ബഡാബായി 5വീം കക്ഷാമേ പഠിത്താഹെ, ബഡാബായി വലിയ സഹോദരൻ, വലിയ ബായി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതും ശരിയാണ്, അപ്പോൾ അത് എടുത്തെഴുതുക. നടുക്കട് ഹമേശ രോത്തെ സ്കൂൾ ജാത്തായ, നടുക്കട് എപ്പോഴും സ്കൂളിലേക്ക് പോകുന്നത് കരഞ്ഞാണ്. അത് തെറ്റാണ്, അത് എഴുതണ്ട. ജഡ്പടുക്കോ രാസ്തേമേ കൈ ബാർ ചോട്ടേക്ക ഇന്തസാർ കർണാപടത്ത, ജഡ്പടിന് വഴിയിൽ ഒരുപാട് പ്രാവശ്യം നടുക്കടിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ, അതും ശരിയാണ്. അപ്പോൾ 5 എണ്ണത്തിൽ 4 എണ്ണം ഇവിടെ ശരിയാണ്, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. 4 മാർക്കാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക, നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക്, കമൻറ്റ്, ഷെയർ, ബെൽ ബട്ടൺ ഇവയും മറക്കല്ലേ. ഓക്കെ, അടുത്ത ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു.